ജെ മോഹൻജി. വിശുദ്ധിയുടെ ശക്തി. വായന തുടരുന്നു. അധ്യായം 4. മറ്റുള്ളവർ കേൾക്കുകയോ പറയുകയോ ചെയ്യാവുന്നത്. ചോദ്യം: മിസ്റ്റർ എ പറഞ്ഞു അദ്ദേഹം സങ്കുചിത മനസ്കനാണെന്ന് അങ്ങ് കരുതുന്നു എന്ന്. അത്ഭുതമെന്ന് പറയട്ടെ, അദ്ദേഹത്തിന് ഒരു നീരസവുമില്ല. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മനസ്സ് ഇടുങ്ങിയതാണെന്ന് അങ്ങ് വിചാരിക്കുന്നത്? അങ്ങയുടെ മനോഭാവം ധിക്കാരത്തിൻ്റെ സൂചനയല്ലേ? ഉത്തരം: എൻ്റെ ഉദ്ദേശം നല്ലതായിരുന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് നീരസം തോന്നാതിരുന്നത്. ഞാൻ പറഞ്ഞത് ദുഷ്ടബുദ്ധിയോടെ ആയിരുന്നില്ല. അദ്ദേഹത്തിന് കുറെ കൂടി തുറന്ന മനസ്സ് ഉണ്ടാകണം എന്ന് എനിക്ക് തോന്നിയത് എന്തുകൊണ്ടാണെന്ന് ഞാൻ വ്യക്തമായി അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു. എന്തുകൊണ്ടാണ് നിങ്ങൾ തന്നെ അദ്ദേഹത്തോട് ചോദിക്കാതിരുന്നത്? ഈ പ്രസ്താവന എൻ്റെ ധിക്കാരമാണോ എന്ന് നിങ്ങൾ നിശ്ചയിച്ചാൽ മതി. എനിക്ക് അതിൽ കാര്യമില്ല. ഞാൻ എന്താണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ ഞാൻ അതാണ്. അതിൽ കൂടുതലുമല്ല കുറവുമല്ല. എൻ്റെ വാക്കുകളും സന്ദേശങ്ങളും എപ്രകാരമാണ് ചില ആളുകൾ വ്യാഖ്യാനിക്കുന്നത് എന്ന് കാണിക്കുവാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇക്കാര്യം പറഞ്ഞത്. വസ്തുതയെ അംഗീകരിക്കുന്നതിനു പകരം നാം നിഷേധാത്മകതയോട് ഒട്ടി നിൽക്കുന്നു. ഇതൊരു ഉദാഹരണമാണ്. പ്രത്യക്ഷമായ ഒന്നിനെ കീറി പരിശോധിച്ച് നിഷേധാത്മകമായ ഒന്നിനെ നാം കണ്ടെത്തുന്നു. മറ്റൊരു പ്രധാന കാര്യം, ചിലപ്പോൾ നാം ആരോട് പറഞ്ഞുവോ അയാൾക്ക് അല്ല, കേട്ടു നിൽക്കുന്ന ഒരാൾക്കാണ് അനിഷ്ടമുണ്ടാകുന്നത്. ഇതൊരു ദൃഷ്ടാന്തമാണ്. ഞാൻ ആരോട് സംസാരിച്ചുവോ അയാൾ അത് മാന്യതയോടെ ഉൾക്കൊണ്ടു. കേട്ടുനിന്ന മറ്റൊരാളാണ് പരിഭവിക്കുന്നതും വിദ്വേഷം പ്രചരിപ്പിക്കുന്നതും. ഇങ്ങനെയാണ് നിഷേധാത്മകത പരക്കുന്നത്. നിഷേധാത്മകത സ്വയം വളർത്തുന്നു. വാസ്തവികതയ്ക്ക് വേണ്ടതുപോലെയുള്ള പരിപാലനം നിഷേധാത്മകതയ്ക്ക് ആവശ്യമില്ല. നിഷേധാത്മകതയിലേക്ക് വഴുതിപ്പോകുവാൻ വളരെ എളുപ്പമാണ്. ജീവിതത്തിൻ്റെ ഈ വശം എടുത്തു കാട്ടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് നമ്മുടെ കണ്ണുകളിൽ കൂടി മാത്രമേ കാണുവാൻ കഴിയുകയുള്ളൂ. സത്യം സത്യമായി തന്നെ നിൽക്കും. സത്യത്തിൻ്റെ വ്യാഖ്യാനം ഓരോ വ്യക്തിയെ സംബന്ധിച്ചും വ്യത്യസ്തമായിരിക്കും. ലോകം ഇങ്ങനെയാണ് മുൻപോട്ടു പോകുന്നത്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. വ്യക്തിപരമായ അരക്ഷിത ബോധമാണ് അപവാദത്തിനുള്ള ഒരു കാരണം. പ്രസിദ്ധരായവർ എന്തു ചെയ്യുന്നു എന്ന് അറിയുവാൻ എല്ലാവർക്കും താല്പര്യമുണ്ട്. ഇതും ക്രൂരതയിൽ ആനന്ദം അനുഭവിക്കുന്ന മനോഭാവത്തിൻ്റെ ഒരു ഭാഗമാണ്. പ്രസിദ്ധനായ ഒരു വ്യക്തിക്ക് വീഴ്ച പറ്റുമ്പോൾ നമുക്ക് താല്പര്യമുണരുന്നു. ആളുകൾ വീഴുന്നത് കാണുക നമുക്ക് ഇഷ്ടമാണ്. ഇവയെല്ലാം നമ്മുടെ സമൂഹ ജീവിതത്തിലെ നഗ്ന സത്യങ്ങളാണ്. ഞാൻ സമൂഹത്തിനു നേരെ ഒരു കണ്ണാടി പിടിക്കുവാൻ ശ്രമിക്കുകയാണ്. 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. 1. മൂന്നാമതൊരാളുടെ കാര്യത്തിൽ പരിഭവിക്കുന്നതും അത് തൻ്റെ കാര്യമാക്കുന്നതും. 2. വിദ്വേഷം പരത്തുന്നതിലൂടെ ആത്മവിശ്വാസമോ ജനപ്രീതിയോ നേടുന്നത്. ഇവ രണ്ടും കനത്ത നിഷേധാത്മകത്വമാണ്. ഇവ രണ്ടുമായി നിങ്ങൾക്ക് ഒരു ബന്ധവും ഉണ്ടാകരുത് എന്നാണ് നിങ്ങൾക്കുള്ള എൻ്റെ ഉപദേശം. ഭൗതികവും ആത്മീയവും. ചോദ്യം: എന്തുകൊണ്ടാണ് താഴ്ന്ന ഇന്ദ്രിയാതീത സ്പന്ദനങ്ങൾ ഉള്ള ആളുകളുടെ ഭൗതിക ലോകത്തിലെ ഇടകൾ വളരെ വേഗം നിറയുന്നത്? ആളുകൾ ഉദ്യോഗങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുക മാത്രം ചെയ്യുകയും ചുരുങ്ങിയ കാലയളവിൽ അത് സഫലീകരിക്കപ്പെടുകയും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിനായി അവർക്ക് ഒരു ബുദ്ധിമുട്ടും സഹിക്കേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. ഉത്തരം: ഭൗതിക ലോകം ആത്മീയ ലോകത്തേക്കാൾ സാന്ദ്രമാണ്. ഭൗതികവും ആത്മീയവും തമ്മിൽ അകലമുണ്ട്. മനസ്സിലാക്കാനുള്ള എളുപ്പത്തിന് അതിനെ 2ാം നിലയും 10ാം നിലയും തമ്മിലുള്ള അകലമായി കണക്കാക്കാം. നിങ്ങൾ ഭൗതിക തലത്തിൽ മുഴുവനായും മുഴുകിയിരിക്കുമ്പോൾ നിങ്ങളുടെ പ്രവർത്തനശക്തി മുഴുവൻ ആ വശത്തേക്ക്, ഒരു ബിന്ദുവിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്നു. വലുതാക്കി കാണിക്കുന്ന ഒരു കണ്ണാടി ചില്ലിനോട് അതിനെ താരതമ്യപ്പെടുത്താം. ആ ചില്ലുകൊണ്ട് സൂര്യരശ്മികൾ ഒരു വസ്തുവിൽ വേണ്ട വിധം കേന്ദ്രീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ വസ്തുവിനെ കത്തിക്കുവാൻ കഴിയും. അതുപോലെ നിങ്ങളുടെ കേന്ദ്രീകരണവും തീക്ഷ്ണതയും കൃത്യമായിരുന്നാൽ ഒരു സംഭവം നടക്കാം, ഒരു ആഗ്രഹം സഫലീകരിക്കപ്പെടാം. ആത്മീയതയിലും ഇതുതന്നെ സംഭവിക്കുന്നു. ഇന്ദ്രിയങ്ങളുമൊത്ത് ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന അതേ മനസ്സിനു തന്നെ സ്വസ്ഥാനത്ത് ഇരുന്നു കൊണ്ട് മഹത്തായ ഉണർവുകളും വെളിപാടുകളും ഉണ്ടാക്കുവാനും കഴിയും. ആഘോഷിക്കുന്ന മനസ്സും സ്വഗൃഹത്തിൽ ഇരിക്കുന്ന മനസ്സും ഒന്നുതന്നെയാണ്. മനസ്സ് ആഘോഷിക്കുവാൻ പുറത്തു പോകുമ്പോൾ അത് മറ്റൊരു അസ്തിത്വമാണെന്ന് തോന്നിയേക്കാം. വീട്ടിലിരിക്കുമ്പോൾ അത് അപ്രധാനമാണ്. അത് പ്രൗഢമായ ആത്മാവിൽ ലയിക്കുക പോലും ചെയ്തേക്കാം.
പരമമായ മാനസിക വ്യാപാരങ്ങളില്ലാത്ത അവസ്ഥ നിർവ്വാണത്തിൻ്റെ, മോക്ഷത്തിൻ്റെ പരമാനന്ദം നിങ്ങൾക്ക് നൽകുന്നു. സാഫല്യത്തിൻ്റെ അവസ്ഥയിലേക്ക് നിങ്ങൾ ഉയരുമ്പോൾ നിങ്ങളുടെ അഭിലാഷം പ്രകൃതിക്കുള്ള ആജ്ഞയായി തീരുന്നു. എല്ലാ തലത്തിലും സ്ഥിതി ഇതുതന്നെയാണ്. ഭൗതിക നേട്ടങ്ങൾ കൂടുതൽ അനുഭവവേദ്യവും കാണത്തക്കതുമാണ്. അവ ധാരാളമുണ്ടാകും. എന്തുകൊണ്ടെന്നാൽ സ്ഥൂലം സൂക്ഷ്മത്തേക്കാൾ കിട്ടാൻ എളുപ്പമാണ്. സൂക്ഷ്മമായതിനെ വ്യക്തമായി മനസ്സിലാക്കുവാൻ എളുപ്പമല്ല. അതുകൊണ്ട് മനസ്സ് എപ്പോഴും നിങ്ങളുടെ വിശ്വാസത്തെ ഇളക്കത്തക്ക വിധം ചോദ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നു. നാം സൂക്ഷ്മത്തിലേക്ക് നീങ്ങാൻ തുടങ്ങുമ്പോൾ വഴി ദുർഘടമായി തീരുന്നു. നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതുവരെ അത് ദുർഘടമായിരിക്കും. സൂക്ഷ്മത്തിലേക്ക് നീങ്ങുക എന്നത് അവസാനമില്ലാത്ത ജനന മരണങ്ങളിലൂടെ ഭാണ്ഡവും പേറി നടന്നു തളരുന്ന ആത്മാവിൻ്റെ ആവശ്യമാണ്. അതല്ലെങ്കിൽ അതിന് ഒരു മോചനവും പ്രതീക്ഷിക്കാനില്ല. കാർമ്മിക ഭാണ്ഡം ചുമന്നുകൊണ്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കണം. ഒരിക്കലും അവസാനിക്കാത്ത ആഗ്രഹങ്ങളെയും സ്വപ്നങ്ങളെയും അനുഭവിച്ചു തീർക്കാനായി ഭൂമിയിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കണം. നാം എല്ലാം പല ജന്മങ്ങളിലായി വിവിധ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നു. ഭാഗ്യവശാൽ നമ്മുടെ ബോധമനസ്സിന് ഇത് അറിഞ്ഞുകൂടാ. ബോധമനസ്സിന് കഴിഞ്ഞ ജന്മങ്ങളെക്കുറിച്ച് അറിയുവാൻ കഴിയില്ല. നമ്മുടെ ഉപബോധം അതെല്ലാം സൂക്ഷിച്ചു വയ്ക്കുന്നു. നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള ശക്തി എല്ലാ തലത്തിലും ഉണ്ട്. ചിന്തയുടെയും വാക്കിൻ്റെയും പ്രവൃത്തിയുടെയും സ്ഥിരതയാണ് താക്കോൽ. ദൃഢവിശ്വാസം അത്യാവശ്യമാണ്. ചിന്താക്കുഴപ്പമാണ് തടസ്സം. പാപം, പദവി, ഔന്നത്യം. സുഹൃത്തുക്കളെ, ഗുരുപൂർണിമ മഹനീയവും മംഗളകരവുമായ ഒരു ദിവസമാണ്. ചുറ്റുമുള്ള ശുഭാന്തരീക്ഷത്തിൽ നിന്ന് നിങ്ങളുടെ ആത്മീയ പുരോഗതിക്ക് ഏറ്റവുമധികം പ്രയോജനം ലഭിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ അവസരത്തിൽ നിങ്ങളുടെ മനസ്സിൽ ഉയർന്നുവരുന്ന ഏതാനും ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി നൽകട്ടെ. പാപങ്ങളെക്കുറിച്ച്. നാം ഭക്ഷണം പാകം ചെയ്യുമ്പോഴും ശ്വാസോച്ഛ്വാസം ചെയ്യുമ്പോഴും നടക്കുമ്പോഴും ഉറങ്ങുമ്പോൾ പോലും അസംഖ്യം ഉണ്മകളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ ജീവിതത്തെ പുതുക്കി ഉപയോഗിക്കുന്നതിനുള്ള പ്രകൃതിയുടെ മാർഗമായി കണക്കാക്കണം. നിങ്ങൾക്ക് ഒരു നിയന്ത്രണവും ഇല്ലാത്ത ഒരു കാര്യത്തിൻ്റെ ഉടമസ്ഥത ഏറ്റെടുക്കരുത്. ഒരു തീരപ്രദേശത്തെ, അവിടുത്തെ ജനങ്ങളെയും വളർത്തുമൃഗങ്ങളെയും ഉൾപ്പെടെ തുടച്ചു നീക്കുവാൻ പ്രകൃതി ഒരു സുനാമിയെ ഉപയോഗിക്കുന്നു. മാനുകളുടെ സംഖ്യ നിയന്ത്രിക്കുവാൻ പ്രകൃതി കടുവയെ ഉപയോഗിക്കുന്നു. അതുപോലെ ജീവജാലങ്ങളെ നിയന്ത്രിക്കുവാൻ പ്രകൃതിക്ക് അതിൻ്റേതായ മാർഗങ്ങളും ഉപകരണങ്ങളും ഉണ്ട്. ആ തലത്തിൽ വിനാശത്തിൻ്റെ ഉടമസ്ഥത ഏൽക്കുവാൻ നമുക്ക് കഴിയുകയില്ല. നാം സമർത്ഥമായ ഒരു ആസൂത്രിത പദ്ധതിയിലെ ഉപകരണങ്ങൾ മാത്രമാണ്. നിങ്ങൾ അഭിനയിക്കുന്ന കഥാഭാഗത്തെക്കുറിച്ച് കുറ്റബോധം തോന്നേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഇത് അറിയാമെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ വശവും നിങ്ങളുടെ ആത്മീയ വികസനത്തെ സഹായിക്കുന്നുണ്ട്. നിങ്ങൾ തന്ത്രം ആവിഷ്കരിച്ച് ഒരാളെ കൊല്ലുകയാണെങ്കിൽ അത് വ്യത്യസ്തമാണ്. നിങ്ങൾ കരുതിക്കൂട്ടി എന്തെങ്കിലും നശിപ്പിക്കുകയാണെങ്കിൽ അത് വ്യത്യസ്തമാണ്. അത്യാഗ്രഹം, അസൂയ, കോപം, വിദ്വേഷം മുതലായ എല്ലാ നാശകരമായ വികാരങ്ങളും നിങ്ങളെയും മറ്റുള്ളവരെയും നശിപ്പിക്കും. ഒരു ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ യഥാർത്ഥ പ്രകൃതി നിങ്ങൾക്ക് അറിയാതെ പോകുന്നത് ഒരു ജീവിതം പാഴാകലാണ്. എത്രകാലം നിങ്ങൾ ഈ വ്യർത്ഥമായ പ്രതാപങ്ങളുടെ പിന്നാലെ ഓടും? മിന്നുന്നതെല്ലാം പൊന്നല്ല. അനർഘമായ എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾ പിന്നാലെ പോയാലും ഇല്ലെങ്കിലും അത് സംഭവിക്കും. നിങ്ങളുടെ ജീവിതത്തോട് നന്ദി പറയുക. ചെറുത്തു നിൽക്കാതെ നിങ്ങളുടെ വർത്തമാന യാഥാർത്ഥ്യത്തെ സ്വീകരിച്ചുകൊണ്ട് അതുമായി ഇണങ്ങിക്കൊണ്ട് നിങ്ങളുടെ അർഹതയുടെ നില ഉയർത്തുക. ഒന്നും ഏതു കാലത്തും ഉണ്ടാവുകയില്ല. ഓരോ അഭിനയഭാഗത്തിനും ഒരു കാലയളവുണ്ട്. എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു. കഥാഭാഗം അവസാനം വരെ അഭിനയിക്കാനുള്ള ക്ഷമയുണ്ടാകണം. അക്ഷമ യാതന കൂട്ടുകയേ ഉള്ളൂ. പാപത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ചോദ്യത്തിന് വേണ്ട വിധം മറുപടി തന്നു എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. പദവിയെയും ഔന്നത്യത്തെയും കുറിച്ച്. ചിലർക്ക് അവരുടെ അർഹത കണക്കാക്കാതെ പദവി ലഭിക്കുന്നു. ഉദാഹരണമായി, ഒരു രാജകുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് മാത്രം രാജകുമാരൻ, രാജകുമാരി, പ്രഭു മുതലായവ ആയിത്തീരുന്നു. ബഹുമാനം കൊണ്ടോ ഉപകാരസ്മരണ കൊണ്ടോ ഒരാൾക്ക് ആലങ്കാരികമായ ഡോക്ടറേറ്റ് നൽകപ്പെടുന്നു. പദവി നൽകപ്പെടാം, എന്നാൽ ഔന്നത്യം ആർജിക്കേണ്ടതുണ്ട്. ഔന്നത്യം വിലയ്ക്ക് വാങ്ങുവാൻ കിട്ടുകയില്ല. സംസ്കാരങ്ങളെപ്പോലെ ഔന്നത്യവും നമ്മുടെ പല ജന്മങ്ങളിലൂടെ കൊണ്ടുപോകപ്പെടുന്നു.
പദവി വിലയ്ക്ക് വാങ്ങുവാൻ കഴിയും. ഭൗതിക ജീവിതത്തിൻ്റെ പൊതുവായ പുരോഗതി ഇപ്രകാരമാണ്: ആദ്യം പണം, പിന്നെ അധികാരം, പിന്നെ പദവി. അങ്ങനെ അത്യാഗ്രഹം ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് നയിക്കുന്നു. അധ്യക്ഷൻ, മുഖ്യ ഭരണ നിർവഹണ ഉദ്യോഗസ്ഥൻ തുടങ്ങിയ സ്ഥാനങ്ങൾ സമൂഹത്തിലെ പ്രാമാണ്യമോ ധനാധികാരമോ കണക്കിലെടുത്ത് നൽകപ്പെട്ടേക്കാം. ഔന്നത്യം അങ്ങനെ ലഭിക്കില്ല. ഔന്നത്യം കൊണ്ട് പദവി നേടാൻ കഴിയും. അങ്ങനെയുള്ള പദവി സ്ഥിരമായിരിക്കും. കടം വാങ്ങിയതോ വിലയ്ക്ക് വാങ്ങിയതോ ആയ പദവി താൽക്കാലികമാണ്. അത് വളരെയധികം നശ്വരമാണ്. ഔന്നത്യം കൊണ്ട് ലഭിക്കുന്ന പദവി നാശമില്ലാത്തതാണ്. താരതമ്യം വേണ്ടത് അർഹതയുടെയും ആഗ്രഹത്തിൻ്റെയും തലങ്ങൾ തമ്മിലാണ്. ഔന്നത്യത്തിന് പദവി ലഭിക്കുവാൻ അർഹതയുണ്ട്. അത് സംഭവിക്കുകയും ചെയ്യുന്നു. അത്യാഗ്രഹം കൊണ്ട് നേടുന്ന പദവി ആഗ്രഹത്തിൻ്റേതാണ്. അത് നശ്വരമാണ് താനും. ഒരു വ്യക്തിക്ക് ആഗ്രഹം ഒരു പ്രത്യേക സ്ഥലത്തും സമയത്തും മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ഔന്നത്യം ശാശ്വതമാണ്. ഔന്നത്യം പ്രകടമാകാതിരുന്നു എന്നും വരാം. അത് വ്യക്തിഗതമാണ്. ഔന്നത്യമുണ്ടായിരുന്ന നിത്യരായ ഷിർദി സായിബാബയും രമണ മഹർഷിയും വനങ്ങളിൽ ജീവിക്കുന്ന പല അവധൂത സന്യാസിമാരും ഔന്നത്യത്തെക്കുറിച്ച് ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. അത് അവരുടെ വ്യക്തിപരമായ ഇച്ഛയും സ്വാതന്ത്ര്യവുമായിരുന്നു. ചുരുക്കത്തിൽ, പദവിയും ഔന്നത്യവും വ്യത്യസ്തമാണ്. പദവി വില കൊടുത്താൽ കിട്ടും. ഔന്നത്യം വാങ്ങാൻ കിട്ടുകയില്ല. ഔന്നത്യം അനുഭവിക്കുകയും അറിയുകയും മാത്രം ചെയ്യാൻ കഴിയുന്നതാണ്. പദവി കൂടുതൽ തൊട്ടറിയാൻ കഴിയുന്നതായിരിക്കും. ഔന്നത്യം നേടിക്കഴിഞ്ഞാൽ പദവി താനേ വന്നു ചേരും. ഈ വ്യത്യാസം സ്പഷ്ടമായി മനസ്സിലാക്കൂ. വിവേകപൂർവ്വം പ്രവർത്തിക്കുക.